സിനിമയിൽ തുടക്കം കഴിഞ്ഞപ്പോൾ കുറച്ചൊരു അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഡബ്ബിങ് വീണ്ടും ഇവിടെ ചെയ്തു. ഒത്തിരി സിനിമകളിൽ ഡബ്ബ് ചെയ്തു, ഒത്തിരി സിനിമ നടന്മാർക്ക് വേണ്ടി ഡബ്ബ് ചെയ്തു. ഇപ്പം നരേൻ്റെ ആദ്യകാലത്ത് ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിളൊക്കെ ഞാനാണ് ഡബ്ബ് ചെയ്തത്. അതുകൂടാതെ നിരവധി അനവധി വില്ലന്മാർ ഹിന്ദിയിൽ നിന്ന് വരുന്നവർ. അപ്പോൾ ഹിന്ദി ഭാഷ സംസാരിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കും ഉടനെ. കാരണം ഫസ്റ്റ് ആമേൻ ഫിലിം കണ്ടിട്ടില്ല, അതിൽ വില്ലനായിട്ട് വരുന്നില്ല, മുടിയൊക്കെയുള്ള ഒരു കക്ഷി പോത്ത് ബാൻഡ് വായിക്കുന്നത്. പുള്ളിയുടെ പേര് മകരൻ ദേശ്പാണ്ഡെ എന്നാണ്. അല്ല, പുള്ളി തന്നെ പുലിമുരുകനിലും ഉണ്ട് വില്ലനായിട്ട്, പുള്ളി തന്നെ 2 കൺട്രീസിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ഫിലിംസിലെല്ലാം പുള്ളി വരുമ്പോ ഞാൻ ഡബ് ചെയ്യും. അല്ല അത് അല്ല അത് പുള്ളി ആമേനില് പുള്ളി മലയാളിയായിട്ട് തന്നെയാണ്. ഈ പുലിമുരുകനിൽ പുള്ളി ഒരു തമിഴ് കാട്ടിലെ ചന്ദനമൊക്കെ കടത്തുന്ന ആളായിട്ടാണ്, മറ്റേ വീരപ്പന്റെ ഗെറ്റപ്പിലാണ്. അപ്പൊ അതില് തമിഴ് കലർന്ന രീതിയിലാണ് സംസാരിച്ചത്. ഡാഡി ഇവനെ വിട്ട് കളയരുത്, ഇങ്ങനെ ചേർത്ത് പിടിക്കണം, ലക്ഷത്തിലൊരു പീസായി കാണുമെന്ന് ലാലേട്ടനെ കുറിച്ച് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതില്. മറ്റേല് ഒരു ഷാപ്പിൽ കയറി വന്നിട്ട് ഇയാളൊരു കുപ്പിയൊക്കെ തല്ലി പൊട്ടിച്ചിട്ട് ആ കുപ്പിച്ചിലൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ഈ ആമീനില്. അപ്പൊ തീരതേ ഒരു കുപ്പി കള്ളിങ് എടുത്തേന്ന് പറയും. പുള്ളി മൊത്തത്തിൽ ഒരു ഹാലോസിനേഷൻ മോഡാണ് അതിൽ. അപ്പൊ പുള്ളി ഒരു എപ്പോഴും അടിച്ചു ഫിറ്റായ പോലത്തെ ഒരു രീതിയിലുള്ള സംഭാഷണമാണ് അതിൽ പിടിച്ചത്. അപ്പോൾ പുള്ളി ഒരു ഗംഭീര തിയേറ്റർ ആക്ടറാണ്. അപ്പോൾ മലയാളം പറയുന്ന പിടിച്ച 1 2 3 4 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൽ നമുക്ക് കറക്റ്റായിട്ട് ആ റിതം മീറ്റർ കിട്ടും, അത് നമുക്ക് ഡബ് ചെയ്യാം.